ഘോഷ്യ, ഇനി ഈ മാല നീ തന്നെ അണിഞ്ഞോളൂ. റാണിയുടെ ആജ്ഞ പോലെ നടക്കട്ടെ. പക്ഷെ അതെന്തിനാ? കാരണം എപ്പോഴും ഓർമ്മയുണ്ടാകാൻ വേണ്ടി. ഈ അന്തപുരത്തിൽ നമുക്ക് ജ്യോതിയെ നമ്മുടെ അധികാരം കാണിക്കേണ്ടതുണ്ട്. നാം അവൾക്ക് തെളിയിച്ചു കൊടുക്കുന്നതാണ്. ഈ അന്തപുരത്തിൽ അവൾക്കുള്ള സ്ഥാനം നമ്മുടെ ദാസിയുടെ അത്ര പോലും ഇല്ല എന്ന്. നീ നമ്മുടെ ദാസിയാണ്. ഇന്നു മുതൽ ജ്യോത നിന്റെ ദാസിയാകും. നീ നാം പറയുന്നത് അനുസരിക്കുന്നു. ഇനി അവൾ നിന്നെ അനുസരിക്കും. നാം ഉപയോഗിച്ചു കഴിഞ്ഞതാണ് നീ അണിയുന്നത്. ഒരിക്കൽ അവൾ നീ ഉപയോഗിച്ച വസ്തു അണിയും. ഷഹൻഷായുടെ പുതിയ ബീഗം വലിയ സുന്ദരിയാണ്. അതെ, എത്രമാത്രം കഴിവുള്ളവളാണ് അത്രയും സുന്ദരിയുമാണ്. വരൂ വരൂ, ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അത് പിന്നെ മഹാമംഗ, ഞങ്ങൾ കേട്ടു ഇവിടെ പുതിയ ബീഗം വന്നെന്ന്. അവിടേക്ക് വിളിക്കുന്നത് വരെ നിങ്ങൾ അവിടേക്ക് വരാൻ പാടില്ല. പിന്നെ പറയുന്നതിലധികമായി എന്തെങ്കിലും ചെയ്താൽ അത് അഥവാ നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പുതിയ ബീഗം വന്നതോടെ നിങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന്, എങ്കിൽ നാം പറയുകയാണ് നിങ്ങളുടെ ചിന്ത തെറ്റാണെന്ന്. ഇവിടെ എപ്പോഴും മഹാമംഗയുടെ ഉത്തരവാണ് നടപ്പാക്കിയിട്ടുള്ളത്. അതങ്ങനെ തന്നെ ആയിരിക്കും. 2 ദിവസം മുഴുവൻ വിശന്നിരിക്കും, എന്നിട്ടേ ഭക്ഷണം ലഭിക്കൂ. ഇപ്പോൾ ഇവിടെ നിന്ന് പോകൂ. പോകാൻ. സമ്മതിച്ചേ മതിയാകൂ. എല്ലായിടത്തും അതിമനോഹരമായ കലാവിരുതാണ് കാണാൻ കഴിയുന്നത്. ഒരു പ്രകാരത്തിലും അമീറിൽ നിന്നും ഒട്ടും പിന്നിലേ അല്ല. നന്ദിയുണ്ട്. അങ്ങയ്ക്ക് ഷഹൻഷായെ അറിയാമല്ലോ ഭഗവാൻ ദാസ്. പിന്നെ മുഗൾ വംശത്തിന്റെ കാര്യമായാലും അങ്ങനെ തന്നെ. എല്ലാ കാര്യത്തിനും പ്രത്യേകതയുണ്ട്. നമുക്കിത് സഹിക്കാനാകുന്നില്ല. നമ്മുടെ ശത്രുക്കൾ അതിഥികളായി ശാന്തമായി നമ്മുടെ കൊട്ടാരത്തിലൂടെ ഉലാത്തുന്നു. എന്തൊരു വിരോധാഭാസമാണിത്. പ്രഭു, സൂക്ഷിച്ച്. അവരിവിടേക്കാണ് വരുന്നത്. ഭഗവാൻ ദാസ്, ഇത് ആദം ഖാനാണ്, ഷഹൻഷായുടെ വിശ്വസ്തൻ. പിന്നെ മഹാമംഗയുടെ മകനും. വളരെ ബുദ്ധിമാനാണ് ഇദ്ദേഹം. നല്ലൊരു യോദ്ധാവുമാണ്. സൂത്രക്കാരും മോശം പ്രവൃത്തി ചെയ്യുന്നവരുമല്ലേ അമീറിലുള്ളവർ. യുദ്ധത്തിൽ മുഗളന്മാരോട് പരാജയപ്പെട്ടതിന് ശേഷവും വിജയം കരസ്ഥമാക്കുന്നു. ഷെഹൻഷായുടെ ദാസന്മാരാകേണ്ടതായിരുന്നു. ഇപ്പോൾ ബന്ധുക്കളായിരിക്കുന്നു. വളരെ നല്ല പകരം വെക്കൽ തന്നെ. സഹോദരിയെ നൽകിക്കൊണ്ട് അമീറിനെ രക്ഷിച്ചു. സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? മറ്റു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ ആദം ഖാന് തീർച്ചയായും ബുദ്ധിമുട്ടുണ്ടെന്ന്. നമുക്ക് മനസ്സിലായില്ല. പറഞ്ഞു കൊടുത്തല്ലോ ആദം ഖാൻ. അങ്ങ് ഞങ്ങളോട് എന്താണോ പറഞ്ഞത് അത് ഷെഹൻഷായോടും എത്രയും വേഗം ഒന്ന് വ്യക്തമാക്കി കൊടുത്താലും. ഇവരെന്താ പറയുന്നത്? ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അറിയുകയായിരുന്നു സൂത്രക്കാരും മോശം പ്രവൃത്തി ചെയ്യുന്നതും അമീറിലുള്ളവരാണെന്ന്. യുദ്ധത്തിൽ മുഗളരോട് പരാജയപ്പെട്ടതിന് ശേഷവും വിജയം പിടിച്ചു വാങ്ങി. ഷെഹൻഷായുടെ ദാസന്മാരാകേണ്ടവരായിരുന്നു. ഇപ്പോൾ ഇതാ ബന്ധുക്കളായിരിക്കുന്നു. നല്ല പകരം വയ്ക്കലാണ്. സഹോദരിയെ നൽകിക്കൊണ്ട് അമീറിനെ രക്ഷിച്ചു. ആദം, ഇവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കൂ. ഇവരുടെ ഒരു കാര്യങ്ങൾക്കും യാതൊരു വിധത്തിലുള്ള കുറവും ഉണ്ടാകാൻ പാടില്ല. ഇവരെ അപമാനിക്കുക എന്നാൽ നമ്മെ അപമാനിക്കുക എന്നാണ്. നിങ്ങൾക്ക് ഓർമ്മ വേണം, നമ്മൾ മുഗളന്മാർ നമ്മുടെ യുദ്ധകാര്യങ്ങളിൽ മാത്രമല്ല, പകരം നമ്മുടെ അതിഥികളെ സൽക്കരിക്കാനും താല്പര്യമുള്ളവരാണെന്ന്. നമുക്ക് സദസ്സിൽ വെച്ച് കാണാം.
ബീഗം ജോധ, അവിടത്തേക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞു. പിന്നെ ഇവർ ദാസിമാരാണ്. ഇവരെപ്പോഴും അവിടത്തോടൊപ്പം ഉണ്ടായിരിക്കും എന്താവശ്യത്തിനും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരോട് പറയുക, നമുക്ക് ഉത്തരവ് നൽകിയാലും. അവിടുന്ന് ഇങ്ങനെ അത്ഭുതത്തോട് നോക്കുന്നത് എന്തിനാണ്? ഇതാ അത് ഒരുപക്ഷെ അവിടെ നിറഞ്ഞിട്ടുണ്ടാകില്ല. നിക്കാഹിന് മുൻപായി ബീഗം ജോധ ഷെഹൻഷായ്ക്ക് മുന്നിൽ 2 നിബന്ധനകൾ വെച്ചു. അല്ലേ ബീഗം ജോധ? അതിനാദ്യത്തെ നിബന്ധന ഇതായിരുന്നു: നിക്കാഹിന് ശേഷം ബീഗം ജോധ തന്റെ വിശ്വാസം മാറുകയില്ല എന്നത്. പിന്നെ രണ്ടാമത്തെ നിബന്ധന ഇതാണ്: നമ്മുടെ ഈ ആഗ്രയുടെ കൊട്ടാരത്തിൽ ക്ഷേത്രം നിർമ്മിക്കണമെന്നത്. എന്നിട്ട് അദ്ദേഹം ആ നിബന്ധനകൾക്ക് സമ്മതം മൂളിയോ? മാനിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ബീഗം ജോധ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ജലാൽ അങ്ങനെ തന്നെയാണ്. നിനക്ക് നിന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കാനുള്ള സമ്മതം നൽകിക്കൊണ്ട് അവൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. അവന്റെ മനസ്സിനെ മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ നാം ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുകയും ചെയ്യുന്നു. നിനക്ക് ജലാലിന്റെ മനസ്സ് വളരെ വൈകാതെ തന്നെ മനസ്സിലാകുമെന്ന് ജോധ. മഹാമംഗ, അവിടുന്ന് പോയി ചടങ്ങിനുള്ള ഏർപ്പാടുകളെല്ലാം വളരെ നന്നായി ചെയ്യണം. ഒരു കുറവും ഉണ്ടാക്കാൻ പാടില്ല. ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കൂ മഹാറാണി. ഇതൊക്കെ ജലാലിന്റെയും ജോധയുടെയും വിവാഹശേഷമുള്ള ചടങ്ങുകളാണ്. വധുവിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള സമ്മാനങ്ങൾ നൽകേണ്ടതാണല്ലോ. ഈ ഉദ്ദേശം വളരെ നല്ലതാണ് മഹാറാണി. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് നാം അവിടത്തോട് ഇത് പറയുന്നത്. ബേഗം ജോധ ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ സ്വീകരിക്കുകയില്ല. മുഖം കാണിക്കലിന് ശേഷം ഷെഹൻഷാ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു അതിമനോഹരമായ വിവാഹ വസ്ത്രം ബീഗത്തിന് സമ്മാനമായി നൽകിയിരുന്നു. ഒരുപക്ഷെ ബീഗം ജോധയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബീഗം ആ വിവാഹ വസ്ത്രം... ഞാൻ സത്യമല്ലേ പറഞ്ഞത് ബീഗം ജോധ? കഴിഞ്ഞുപോയ കാര്യങ്ങൾ മറക്കാനുള്ളതാണ് മഹാമംഗ. നമുക്ക് പൂർണ്ണ വിശ്വാസമാണ് നമ്മുടെ ഈ സമ്മാനം ജോധയ്ക്ക് ഉറപ്പായും ഇഷ്ടമാകുമെന്ന്. പടച്ചവന്റെ കൃപയാൽ അങ്ങനെ സംഭവിക്കട്ടെ. അനുവാദം നൽകിയാലും. നാം ആഗ്രഹിക്കുന്നത് ഇന്ന് ചടങ്ങിൽ ബീഗം ഈ വസ്ത്രം അണിയണമെന്നാണ്. ഇത് അവിടുന്ന് നമുക്ക് വേണ്ടി. ആഗ്രയിൽ ഒന്നിനും ഒരു കുറവും ഉണ്ടാകില്ല. ലോകത്തിന്റെ ഏത് കോണിലെ എന്തും ഇവിടെ സൃഷ്ടിക്കാൻ കഴിയും. നീ വരുന്നെന്ന് വിവരം കിട്ടിയപ്പോൾ തന്നെ നാം ഏറ്റവും ആദ്യം നിനക്കായി ഈ വസ്ത്രം തയ്യാറാക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ രാജ്യത്ത് നീ അണിയുന്നത് പോലെയുള്ളത്. നിനക്കിത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ചടങ്ങുകൾ വളരെ പ്രത്യേകതയുള്ളതാണ് ജോധ. നമ്മുടെ എല്ലാ ബന്ധുക്കളും, മുഗൾ വംശത്തിലെ പ്രഗത്ഭരായ എല്ലാവരും, രാജാക്കന്മാരും സുബൈദാർമാരും പടത്തലവന്മാരും എല്ലാവരും എത്തുന്നതാണ്. പിന്നെ നാം ആഗ്രഹിക്കുന്നത് എന്റെ പുത്രവധുവിന്റെ ആടയാഭരണങ്ങൾ ഈ കൊട്ടാരത്തിലാകെ തിളങ്ങി നിൽക്കണമെന്നാണ്. എന്നാൽ നമുക്ക് കാണാം. നാം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇവിടെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാകുമെന്ന്. നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട്. നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത്
അവരുടെ വലിയ മനസ്സാണ് മൂത്തി. എന്നാൽ നമ്മെ അലട്ടുന്നത് ഈ ചിന്തയാണ്. ഏത് ഉത്സവത്തിനാണോ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് അവിടെ എന്താണ് നടക്കുക എന്ന്. പിന്നെന്താ ഈ ഉത്സവം നടക്കുന്നത് ശരിയാണോ? പിന്നെ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്, നാം ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നത് ശരിയാണോ? സമ്മതമാണ്. ശ്രദ്ധിക്കൂ, മുഗൾ വംശത്തിന്റെ മഹാറാണിയും ഷെഹൻഷയുടെ ഉമ്മയുമായ ബീഗം ഹമീദ ബാനു ഇതാ കടന്നു വരികയാണ്. ബീഗം ജോധ ഇതാ കടന്നു വരികയാണ്. ബീഗങ്ങളിൽ പ്രധാനിയായ മുഴുവൻ അന്തഃപുരത്തെയും നിയന്ത്രിക്കുന്ന റുക്കിയ ബീഗം കടന്നു വരികയാണ്. ഇത് വലിയ പ്രശ്നമാണല്ലോ. ഇവരാണോ റുക്കിയ ബീഗം? അറിയാതെയാണെങ്കിലും നാം ജലത്തിൽ കഴിഞ്ഞുകൊണ്ട് മകര മത്സ്യത്തോടാണ് ശത്രുത ഉണ്ടാക്കിയത്. ഞാൻ കേട്ടത് അന്തപുരം മുഴുവൻ ഭരിക്കുന്നത് ഇവരാണെന്നാണ്. ആർക്കറിയാൻ ഈ റുഖിയ ബീഗം കുമാരി ജ്യോതയോട് എപ്പോഴെവിടെ വെച്ചാണ് പ്രതികാരം ചെയ്യുന്നത്? ആഘോഷങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് പുതിയ ബീഗത്തിന് സമ്മാനങ്ങൾ നൽകുന്ന ചടങ്ങ് പൂർത്തിയാക്കാം.
ഏറ്റവും മൂല്യമുള്ള ബീഗത്തിൽ നിന്ന് മൂല്യമുള്ള സമ്മാനം അന്തഃപുരത്തിലെ പുതിയ അതിഥിക്കായി. നാം ഒരുപാട് ചിന്തിച്ചു അവിടത്തേക്ക് എന്ത് സമ്മാനിക്കാമെന്ന്. പിന്നെ മനസ്സിലായി മാലയേക്കാൾ എന്താണ് നല്ലതായി ഉള്ളതെന്ന്. ഇതിനേക്കാൾ നല്ലതായി വേറെന്താണുള്ളത്? അവിടുന്ന് ഈ മാല ഇപ്പോൾ തന്നെ അണിഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷമാകും. ഈ മാല അവിടുത്തെ അന്തഃപുരത്തിന്റെ സ്വത്താണ്. നാം അവിടുത്തെ സമ്മാനം സ്വീകരിച്ചു കഴിഞ്ഞു. സമയം വരുമ്പോൾ നാം ഇത് അവിടത്തേക്കായി അന്തഃപുരത്തിൽ വെച്ച് അണിയുന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കൂ, ഇതാ കടന്നു വരുന്നു ഹുമയൂണിന്റെ മകനായ മുഗൾ വംശത്തിന്റെ ഷഹൻഷയായ ബാദ്ഷാ ജലാലുദ്ദീൻ മുഹമ്മദ് ഇതാ കടന്നു വരികയാണ്. ഷെഹൻഷായും പുതിയ ബീഗവും പരസ്പരം മധുരം നൽകിയാൽ വളരെ നന്നായിരുന്നു. ഇത് പാവപ്പെട്ടവർക്കും അനാഥർക്കുമായി നൽകിയേക്കൂ. ആഘോഷം തുടങ്ങട്ടെ.